ഹായ് ഗൈസ്, ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടം പടക്കളം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമ്മൂടും പിന്നെ കുറച്ച് ചെക്കന്മാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു പടം. അണ്ടർ റേറ്റഡ് ആണ് പറഞ്ഞെങ്കിൽ പോലും അതിന് മുടക്ക് മുതലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പ്രൊഡ്യൂസർ തന്നെ തിയേറ്ററിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സാധനമൊക്കെ എല്ലാം കിട്ടി ബോധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ എന്താ പറയാ, കുറച്ചുകൂടി പോപ്പുലർ ആവായിരുന്നു. പ്രൊമോഷനോ കൂടുതലായി പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കാരിൽ അത്രയും അങ്ങ് റീച്ച് ആയിട്ടില്ല. അത്രയും ഓടാത്തൊരു പടം ഒന്നല്ല, ഓടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലും കൂടുതൽ ഒരു കിട്ടാനുള്ള സംഭവം അതിലുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സിനിമ ജുമാൻജി ഒക്കെ പോലെ നമ്മൾ ഗെയിമിലോട്ട് കയറി പോകുന്ന ഒരു സ്റ്റൈൽ ഓഫ് മൂവിയാണ് അത്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. പ്രേതം കൂടി എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇഷ്ടംപോലെ പടങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ സിനിമ ആയുഷ്കാലൊക്കെ ജയറാമിന്റെ പ്രേതം, മുകേഷിന്റെ കൂടി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രേതപ്പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഒരു കൺസെപ്റ്റ്, ഒരു ഗെയിം കൺസെപ്റ്റിൽ വരുന്ന ഒരു പടം ഇത് ആദ്യമാണ്. അത് നല്ല വൃത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ കോമഡി ഉണ്ട്. പിന്നെ ഈ ചെക്കന്മാരെ ഗ്യാങ്, അതായത് സന്ദീപ് പ്രദീപ്, നമ്മളെ ഫാലിമിയില് ബേസിലിന്റെ അനിയനായിട്ട് എത്തിയ പുള്ളിക്കാരൻ, പിന്നെ യൂട്യൂബർ അരുൺ പ്രദീപ്, പിന്നെ സാഫ് ബ്രോ, അരുൺ അജിത് കുമാർ, ഇതാണ് ഒരു ചെക്കന്മാരുടെ ഗ്യാങ്. ആ ഒരു ഗ്യാങ്ങും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കിടുവായിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് ഫീമെയിൽ ലീഡായിട്ട് വരുന്ന നിരഞ്ജന അനൂപാണ്. അവർക്ക് കുറെ കാലത്തിന് ശേഷമുള്ള ഒരു റോളാണ്. പിന്നെ മാർക്കോ, നമ്മളെ ഉണ്ണിമുഖത്തിന്റെ അനിയനായിട്ടുള്ള ഇഷാൻ ഷൗക്കത്ത് ഉണ്ട് ഇതില്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ആള് ഷറഫുദ്ദീന്റെ ക്യാരക്ടർ കിട്ടുവാക്കി ചെയ്തിട്ടുണ്ട്. അതില് ഒരു ക്യാരക്ടറൊക്കെ മാറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു സീരിയസ് ക്യാരക്ടർ ആയിട്ടാണ് ആദ്യം തോന്നിയത്. അങ്ങനെയല്ല, കുറച്ചൊരു കോമഡി ഒക്കെ ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. പിന്നെ സന്ദീപ് പ്രതാപ് കിണ്ണം കാശി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ കുറച്ചും കൂടെ സംഭവങ്ങൾ പുള്ളിക്കാരന്റെ ഉള്ളിലുണ്ട്. കുറച്ചുകൂടെ റോൾസ് കിട്ടാറുണ്ട് റിവീലായി വരാൻ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഷറഫുദ്ദീനിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു നടനാണ്. കൂടുതൽ റോൾസ് കിട്ടാനുണ്ട്. അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. ഈ 3 പേർക്കും ഇതിൽ ഹെവിയായി അഭിനയിക്കേണ്ട സാധനങ്ങളുണ്ട്. അത് 3 പേരും കലക്കിയിട്ടുണ്ട്. എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മിസ്സായാൽ അന്നേ കാണേണ്ടതായിരുന്നല്ലോ തോന്നി. മനു സ്വരാജ് സംവിധാനം ചെയ്ത് മനു സ്വരാജ് തന്നെ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമയാണ്. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. സംവിധാനമായാലും തിരക്കഥയായാലും നല്ല എൻഗേജിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഈ പടം കണ്ടുവാ? നിങ്ങൾ തിയേറ്ററിൽ നിന്നാണോ കണ്ടത്, അല്ല OTT ഇറങ്ങിയിട്ടാണോ കണ്ടത്? എങ്ങനെയുണ്ട് ഈ പടം? ഇതിൽ ആരൊക്കെയാണ് ഗംഭീരമായി അഭിനയിച്ചത്? നിങ്ങൾക്ക് എന്താണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാം. മറ്റൊരു റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.